വീട്ടിൽ പിടിച്ച മുന്തിരിങ്ങയാണ്. നല്ല മനസ്സും കൈയും ഉണ്ടെങ്കിൽ മുന്തിരിങ്ങ അല്ല ഏത് വേണമെങ്കിലും നമ്മളെ വീട്ടിൽ പിടിപ്പിക്കാം. നമ്മളെ വീട്ടിൽ സ്ഥലം ഇച്ചിരിയേ ഉള്ളു. വേണ്ട, ഇതിന് കാശ് കൊടുത്ത വളമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളെ വീട്ടിലെ മലക്കറി അരിഞ്ഞതും രാവിലെ പാത്രം കഴുകുന്ന വെള്ളവുമാണ് ഇതിൻ്റെ വളം. പുളിയില്ല. ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് കഴിക്കാം. ഇത് പിന്നെ കറുത്ത മുന്തിരിങ്ങയാണ്. ദാണ്ട പൊക്കി പിടി, ഇതിൻ്റെ താഴോട്ട് പിടി. ദാണ്ട പൊക്ക്, കാണാൻ പറ്റുമോ? ദാണ്ട ഇത് പിടിച്ച്. ഇതിൻ്റെ പൂവ് നമ്മളെ തുമ്പപ്പൂവിൻ്റെ കണക്ക് ചെറിയ പൂവാണ്. ഇത് കറുത്ത മുന്തിരി ആയതിനെക്കൊണ്ട് കറുത്ത പൂവാണ് പിടിക്കുന്നത്. പിന്നെ ഇത് വിളഞ്ഞ് കഴിയുമ്പോൾ, നല്ല വിളഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പിച്ചാറാകുമ്പോൾ 2 ആഴ്ച കൊണ്ട് പെട്ടെന്നങ്ങ് കറുത്ത മുന്തിരിങ്ങ ആവും. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് പിച്ചാൻ പരുവായെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് അന്നേരം പിച്ച് ഉപയോഗിക്കാം. പിന്നെ അതുകൊണ്ട് താഴെയും ഉണ്ട്. ഇത് കൂടാതെ ഇതിൻ്റെ മേളിൽ ഇതൊക്കെ ഇതിൻ്റെ പിന്നെ ഇതാണ്. ഇത് നമ്മൾ മഴ ഉള്ളപ്പോഴാ തണുപ്പുള്ളപ്പോഴാ ഇച്ചിരി ഇലകൾ വെട്ടി ഇടയ്ക്കുന്നതാണ്. ഇടയ്ക്ക് ഇരിക്കുന്നത് ഇങ്ങോട്ട് കാണാം. ഇത് ഇടയ്ക്ക് ഇരിക്കുന്നത് ഇത് വലിയ എടുപ്പില്ല. ഇത് ചെറിയ പരുവം ഇങ്ങനെ പിടിച്ച് വരുന്നതാണ്. പിടിച്ച് വരുന്നത് ഇതാക്കും. ഇത് ബഡ് ചെയ്ത് വെക്കാം. ഒരെണ്ണം ഇത് തടിയിൽ നിന്ന് കിളിച്ച് വന്നത്. പിന്നെ ഇതിൻ്റെ മേളിൽ താഴോട്ടുണ്ട്. ആ സീറ്റ് കിടക്കുന്നതിനെ കൊണ്ട് താഴോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ നമ്മൾ വല്ലപ്പോഴും കൂടി ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ട് വെക്കാം. അത് നല്ലോണം പിടിക്കും. ഇതെല്ലാവരും കണ്ട് നമുക്ക് ഇത് വളർത്തിയെടുത്ത് നമ്മൾ പിന്നെ കെമിക്കലുള്ള മുന്തിരിങ്ങ തിന്നെയൊന്നും വേണ്ട എന്നുള്ളത് ഇതാക്കണം. ഇതെല്ലാം പല കുഞ്ഞം കമ്പിനകത്തുള്ളതാണ്. ഇതിൻ്റെ ഇടയ്ക്കോട്ട് താഴോട്ടുള്ളതും ഉണ്ട്. അത് താഴെ ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടത് ഇതിപ്പോൾ വേറെ മേളിലോട്ട് പിടിച്ചേക്കുന്ന ഇതൊക്കെ 2 കവരങ്ങളാണ്. നിങ്ങൾ വിചാരിക്കും ഇത് ഒറ്റ കവരാണ്. ഇത് വേറെ കവരാണ്. ഇത് വേറെ കവരമാണ്. ഇത് വേറെ കവരമാണ്. ഇതെല്ലാം ഒരു വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഇടയിൽ അങ്ങോട്ടുണ്ട്. ആ ഇലയുടെ ഇടയ്ക്കോട്ടുണ്ട്. നമുക്കത് അങ്ങോട്ട് ഇറങ്ങി പിച്ചാൻ വയ്യ. ഏണി ഉണ്ടെങ്കിൽ നമുക്ക് അത് അന്നേരം